ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ OnePlus Nord CE 5Gയുടെ ഒരു ഗെയിമിംഗ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഗെയിമിംഗ് റിവ്യൂവിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്ന ഗെയിംസ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലേറ്റസ്റ്റ് PUBG, ദാറ്റ് മീൻസ് PUBG ഇന്ത്യൻ വേർഷൻ, ദാറ്റ് മീൻസ് BattleGrounds ഇന്ത്യ, പിന്നെ കോൾ ഓഫ് ഡ്യൂട്ടി, പിന്നെ Asphalt9. ഈ 3 ഗെയിംസാണ് നമ്മൾ ഡയറക്റ്റായിട്ട് കളിക്കാൻ പോകുന്നത്. സോ നമ്മുടെ Nord CE 5Gക്ക് വരുന്നത് സ്നാപ്ഡ്രാഗൺ 750 5G ചിപ്പാണ്. 5G ചിപ്പ് ജസ്റ്റ് 1 ബാൻഡ് അവൈലബിൾ ഉള്ളൂ, N78 തൊട്ട 5G ബാൻഡ്. ഇതിൻ്റെ മാക്സിമം ക്ലോക്ക് സ്പീഡ് വരുന്നത് 2.2 GHz ആണ് മാക്സിമം ക്ലോക്ക് ഇരിക്കുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് ആണ് ഫസ്റ്റ് PUBG മൊബൈലിട്ട് കിടക്കാം. സോ ഈ സൈഡിൽ ഞാൻ FPS മീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് 59 FPS മീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എങ്ങനെയാണ് PUBG മൊബൈൽ നമ്മുടെ Nord CE 5G നോക്കാം. ഓക്കെ, സോ ഗൈസ് ഗെയിം തുടങ്ങുന്നത് നമുക്ക് മാക്സിമം ഗ്രാഫിക്സിറ്റി നോക്കാം. സ്മൂത്തിനകത്ത് നമുക്ക് അൾട്ര വരെ കിട്ടുന്നുണ്ട്, ബാലൻസിനകത്ത് അൾട്ര വരെ, HD ഹൈ വരെ കിട്ടുന്നുള്ളൂ. HDR ഓപ്ഷൻ നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ. കണ്ടോ, ദിസ് ഓപ്ഷൻ വിൽ ബി അവൈലബിൾ ഓൺ യുവർ ഡിവൈസ് സൂൺ എന്ന് പറഞ്ഞാൽ വരിക. പിന്നെ HD അൾട്ര എന്തായാലും നോക്കേണ്ട ആവശ്യമില്ല, UHD നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. സോ നമുക്ക് മാക്സിമം ഉള്ള ഓപ്ഷൻ വെച്ചാൽ HD ഹൈയും സ്മൂത്തിൽ അൾട്രയാണ്. സോ നമുക്ക് സ്മൂത്തിൽ അൾട്ര ആയിട്ട് ഫസ്റ്റ് നമുക്ക് ഗെയിം കളിക്കാം. ഓക്കെ, സോ സ്റ്റാർട്ട്. ഓക്കെ, ലോഡിംഗ് സ്ക്രീനിലാണ്. സോ FPS സൈഡിൽ കാണിക്കുന്നുണ്ട് ഗൈസ്. And does not represent real life. Please play in moderation. Take frequent breaks and play responsibly. ഗൈസ് അത്യാവശ്യം സ്മൂത്ത് ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ഗെയിം പ്ലേയുടെ ഉള്ളിട്ട് വന്നാൽ അറിയാൻ പറ്റില്ല എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, ഇനിഷ്യൽ ഇംപ്രഷനിൽ ഇപ്പോൾ ഞാൻ നോക്കുവാണെങ്കിൽ മീൻസ് ഇപ്പോൾ Iqoo Z3 ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഐ തിങ്ക് കുറച്ചുകൂടി ഒരു സ്മൂത്തർ എക്സ്പീരിയൻസ് ആയി Z3 എനിക്ക് കിട്ടിയെന്ന് തോന്നുന്നു. എന്നാലും ഫസ്റ്റിന് ഇനിഷ്യലായിട്ട് ഞാൻ പറയുന്നില്ല, കുറച്ച് കളിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം. ഓക്കെ, സോ നോക്കിപ്പോൾ FPS കാണിക്കുന്നത് 59 തന്നെയാണ് എപ്പോഴും നിൽക്കുന്നത്. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് ഡ്രോപ്പ് ആയിരുന്നു, പക്ഷെ അത് മാറ്റർ അല്ല. ഓക്കെ, സോ ഗൈസ് താഴെ അത്യാവശ്യം ക്വാളിറ്റിയിലുണ്ട്. ലാൻഡ് ചെയ്യാം നമുക്ക്. ഗൈസ് ഗെയിം പ്ലേയുടെ അകത്ത് വന്നപ്പോഴുണ്ടല്ലോ ആ ഒരു സ്മൂത്ത്നെസ് ഇല്ല, എനിക്ക് അത്ര ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യാനില്ല. ഞാനിപ്പോൾ കമ്പയർ നമ്മൾ C3 ഒക്കെ വെച്ച് കമ്പയർ ചെയ്തപ്പോൾ എന്ന് വെച്ചാൽ ലാഗ് കാര്യങ്ങളല്ല ഗൈസ്, ഒരു സ്മൂത്ത്നെസ് കുറവ് പോലെ ഫീൽ ചെയ്യുന്നു. നോർമലി 750G ബാക്കിയുള്ള ഫോണിലുള്ള പെർഫോമൻസ് തന്നെയാണ് ഇതിന്, മീൻസ് കംപ്ലൈൻറ്റ് പറഞ്ഞ പെർഫോമൻസ് അല്ല, എന്നാലും സ്റ്റിൽ ഒരു ഓക്കെ പെർഫോമൻസ് ആണെന്ന് പറയാം നമുക്ക്. കേസ് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാരണം FPS 59 തന്നെ സ്റ്റേബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ഒരു സ്മൂത്ത്നെസ് ഓക്കെ ഗൈസ്. ഓക്കെ,
സോ ഞാൻ ബാക്ക് ടു മറ്റേ ഓപ്ഷൻ, നമ്മുടെ ഗ്രാഫിക്സിൽ പോയിട്ട് ഞാൻ മറ്റേ എച്ച് ഡിയും ഹൈ ഇട്ട് നോക്കട്ടെ. ഓക്കെ, എച്ച് ഡി ഹൈ ഇടുമ്പോഴും സംഭവം കുഴപ്പമില്ല, ബട്ട് സ്റ്റിൽ ഒരു സ്മൂത്ത്നെസ്സിൻ്റെ കുറവ്. നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ IQ Z ചെയ്യുമ്പോഴേ ആ ഒരു ട്രാൻസിഷൻ കുറച്ചും കൂടെ സ്മൂത്തായിരുന്നു. ഇതിനകത്തൊരു എന്തൊരു ലാഗിനെസ് എന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഒരു സോർട്ട് ഓഫ് ലാഗ് ഒരു എന്തോ ഒരു മിസ്സിങ് പോലെ എനിക്ക് ഫീൽ ചെയ്തു സംതിങ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ കുറച്ച് നേരം ആയപ്പോൾ തന്നെ, പക്ഷേ FPS സ്റ്റേബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ 159 തന്നെയാണ് സ്റ്റേബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷേ ആ ഒരു സ്മൂത്ത്നെസ്സിൻ്റെ ആ ഒരു കുറവാണ് എനിക്ക് ഫീൽ ചെയ്ത്. എനിക്ക് തോന്നുന്നു മറ്റേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ IQ S3 2.8 നമ്മുടെ മെയിൻ ക്ലയൻറ്റ് ക്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് 2.2, അതിൻ്റെയും ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ഗ്രാഫിക്സ് രണ്ടാണ്. നമ്മുടെ ഇത് വരുന്നത് 750Gയുടെ ഗ്രാഫിക്സ് ആണ്. അതിന് മറ്റേത് അഡ്രനോ 620 ആയിരുന്നല്ലോ. സോ അതിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും. ഓവറോൾ ഓക്കെ പെർഫോമൻസ് ഞാൻ പറയുള്ളൂ പബ്ജിക്കകത്ത്. നിങ്ങളൊരു ഹാർഡ് കോർ ആണെങ്കിൽ എന്തായാലും പോരാ സെറ്റ്. ദാറ്റ് മീൻസ് അതിലും കൂടുതൽ പ്രിഫർ ചെയ്യാൻ ഞാൻ ഏതർ പോക്കോ X3 Pro ആണ് ഫസ്റ്റ് പ്രിഫറൻസ് വരിക ഈ സെഗ്മെൻറ്റിൽ. കുറച്ചുകൂടെ നല്ല കാരണം 860 ഉണ്ട് പോക്കോ X3 Proയ്ക്ക്. അല്ലെങ്കിൽ ഞാൻ സെക്കൻഡ് IQ Z3 ആയിരിക്കും റെക്കമെൻഡ് ചെയ്യുക. ഇത് നെക്സ്റ്റ്, അത് കഴിഞ്ഞിട്ട് റെക്കമെൻഡേഷൻ വരുമ്പോൾ ഇതായിരിക്കും കുറച്ചുകൂടെ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് ഒക്കേഷണൽ ഗെയിമിലാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട്. ഇപ്പോൾ നമ്മൾ മാക്സിമം സെറ്റിങ്സിൽ ഇട്ടിട്ടാട്ടോ ഇത്, അല്ലെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, സോ നമുക്കിനി ജസ്റ്റ് കോൾ ഓഫ് ഡ്യൂട്ടി ഇട്ട് പോവാം. ഇതെനിക്ക് ഓൾമോസ്റ്റ് ഓക്കെ. പക്ഷേ FPS ഒരു കുറവും കാണിക്കുന്നത് നമ്മുടെ ആ ഒരു ഗെയിം പ്ലേയുടെ ഉള്ളിൽ നമ്മൾ കയറി കളിക്കുമ്പോഴാണ് ഒരു സ്മൂത്ത്നെസ് ഡിഫറൻസ് ഫീൽ ചെയ്യുക. ഓക്കെ, സോ ഗൈസ് പബ്ജി കഴിഞ്ഞ് നമുക്ക് കോൾ ഓഫ് ഡ്യൂട്ടി. സോ പബ്ജിയുടെ കാര്യത്തിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്കങ്ങനെ FPS ഡ്രോപ്പ്, ദാറ്റ് മീൻസ് നമ്മൾ ഇവിടെ FPS ഡ്രോപ്പ് ഒന്നും സംഭവിച്ചില്ലെങ്കിലും നമുക്ക് ആ ഗെയിമിന് ഇൻ ഗെയിം പ്ലേയുടെ എക്സ്പീരിയൻസ് അത്ര പോലെ. ദാറ്റ് മീൻസ് കോമ്പറ്റീഷൻസ്, ദാറ്റ് മീൻസ് പോക്കോ X3 Proയും IQ Z3 എനിക്ക് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് തോന്നി ഇതിനേക്കാളും നോട്ട് സി. പക്ഷേ ഒരു ഗെയിമർ, ഹാർഡ് കോർ ഗെയിമർ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഗെയിമർ അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ഓക്കെയാണ്. പിന്നെ അത് പബ്ജി കളിച്ച് കഴിഞ്ഞപ്പോൾ ഹീറ്റിംഗ് ഒന്നും കാര്യമായിട്ട് ഫീൽ ചെയ്യില്ല. പിന്നെ ചെറിയ ക്യാമറയുടെ അവിടെ ചെറിയൊരു വാമുണ്ട്, അത് മാത്രമേ ഉള്ളൂ. കുറച്ച് നേരം കളിച്ചുള്ളൂ, ഒരു 15-20 മിനിറ്റ് കളിച്ചിട്ടുണ്ടായുള്ളൂ. ഓക്കെ, അങ്ങനെ നമുക്ക് നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടി നോക്കാം. അപ്പോൾ നിങ്ങൾ ആ മോണോ സ്പീക്കറിൻ്റെ സൗണ്ട് ക്വാളിറ്റി കേട്ടോ. അപ്പോൾ മോണോ സ്പീക്കർ ആയാൽ നമ്മളിപ്പോൾ ഗെയിം കളിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ ഇച്ചിരി കെയർഫുൾ. നമ്മളിപ്പോൾ ഈ മോഡിൽ കളിക്കുമ്പോൾ നമ്മൾ പ്യുവറായിട്ടും സ്പീക്കർ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ കളിക്കുമ്പോൾ പ്യുവറായിട്ടും സ്പീക്കർ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഒറ്റ സ്പീക്കറിൽ ഇത് മാത്രം ഔട്ട്പുട്ട് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്, ഇഷ്യൂ ഉണ്ട്. ഒരു സ്റ്റീരിയോ സ്പീക്കർ ആണെങ്കിൽ കുറച്ചും കൂടെ അടിപൊളി ആയേനെ. ഓക്കെ, സോ അപ്പാർട്ട് ഫ്രം ദാറ്റ് കുഴപ്പമില്ല. പക്ഷേ നമ്മളിങ്ങനെ കളിക്കുമ്പോൾ വലിയ സീനില്ല കണ്ടോ. പിന്നെ സ്പീക്കർ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ലൗഡ്നെസ് ഉണ്ട്. പക്ഷേ ചെറിയ ഡിസ്റ്റോർഷൻസ് ഉണ്ട്, ചെറിയ എന്ന് വെച്ചാൽ വളരെ മൈന്യൂട്ടായിട്ട്. ഇഷ്യൂന്നുള്ളതില്ല. സോ ഗൈസ് നമ്മൾ ഡയറക്റ്റ് ഇൻ ദ ഗെയിമാണ്. ഓക്കെ, സോ FPS മേളിലുണ്ട്. ഓക്കെ, ഓക്കെ. കോൾ ഓഫ് ഡ്യൂട്ടി എക്സ്പീരിയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. വാവ്.
ഓക്കെ ഗൈസ്, കോൾ ഓഫ് ഡ്യൂട്ടി ഒന്നും പറയാനില്ല, പക്കയായിരുന്നു. ഞാനിപ്പോൾ മാക്സിമം ഇതിൻ്റെ സെറ്റിങ്സ് കാണിച്ചു, ജസ്റ്റ് സെറ്റിങ്സോടെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ ഗൈസ് നമ്മൾ കോൾ ഓഫ് ഡ്യൂട്ടി ആദ്യം കളി സെറ്റിങ്സ് കാണിച്ചു തരാം. സോ ഓഡിയോ ഗ്രാഫിക്സിനകത്ത് നമ്മൾ ഗ്രാഫിക് ക്വാളിറ്റി ഹൈയും നമ്മുടെ ഫ്രെയിം റേറ്റ് മാക്സ് വെട്ടുന്നത്. എന്തെങ്കിലും പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫിക് ക്വാളിറ്റി വെരി ഹൈ ആക്കുമ്പോൾ നമ്മുടെ ഫ്രെയിം റേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വെരി ഹൈ ആവും. മാക്സ് ഇട്ട് പോകത്തില്ല. ഇപ്പോൾ ഞാൻ കാണിച്ചത് വെരി ഹൈ ആക്കുവാണ്, അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇതും ഫ്രെയിം റേറ്റ് മാക്സിൽ മാറി വെരി ഹൈ ആയി കേട്ടോ. ഓക്കെ, ഇനി ഇതിനകത്ത് ജസ്റ്റ് ഒരു പെട്ടെന്നൊന്ന് പോവാം. ഇതാണ് കുറച്ചും കൂടെ സ്മൂത്ത് ഇതാണ് കേട്ടോ ഗൈസ്. ഉണ്ട് ഗൈസ്, ഇടയ്ക്ക് ഞാൻ സ്പീക്കർ ബ്ലോക്ക് ചെയ്യാൻ കേട്ടോ കളിക്കുമ്പോൾ. സോ കേട്ടോ, എത്ര നേരമായിട്ട് FPS സ്റ്റേബിളായിട്ട് 59 തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. സോ ഗൈസ്, കോൾ ഓഫ് ഡ്യൂട്ടിയും ഒരു സീൻ ഉണ്ടായില്ല. കോൾ ഓഫ് ഡ്യൂട്ടി അടിപൊളിയായിരുന്നു. സോ ഗൈസ്, ഫൈൻ, നമുക്ക് ആസ്ഫാൾട്ട് 9 ലെജൻഡ്സ് നോക്കാം. ഓക്കെ, ഓക്കെ, നമ്മുടെ ആസ്ഫാൾട്ട് 9 ഞാൻ സ്പീക്കറിൻ്റെ ഇവിടെ നോക്കി, ഓൾമോസ്റ്റ് തീർന്നു സൗണ്ട്. ദാറ്റ് ഇസ് ദ ഗെയിം പ്ലേ. പൊളിക്കല്ല. സോ ഗൈസ്, ആസ്ഫാൾട്ട് 9 ഒന്നും പറയാനില്ല, പക്കയായിരുന്നു, പക്ക പെർഫോമൻസ് തന്നെയായിരുന്നു ആസ്ഫാൾട്ട് 9. സോ ആസ്ഫാൾട്ട് 9 കോൾ ഓഫ് ഡ്യൂട്ടി എനിക്ക് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തോന്നി. ബട്ട് ആക്ച്വലി ഇപ്പോഴത്തെ എല്ലാത്തിനും FPS മിസ്റ്റേബിൾഡ് ആയിരുന്നു. പക്ഷേ പബ്ജിയിൽ കളിച്ചപ്പോൾ, ദാറ്റ് മീൻസ് നമ്മുടെ BattleGrounds ഇന്ത്യ കളിച്ചപ്പോൾ അത്ര ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്തില്ല. ദാറ്റ് മീൻസ് രണ്ട് ഇതിനകത്തായാലും എനിക്ക് ആ സ്മൂത്ത്നെസ് ഫീൽ ചെയ്തിട്ടുണ്ടല്ലേ. അതൊക്കെ നമ്മുടെ മാക്സിമം സെറ്റിങ്സ് ഇട്ട് കളിച്ചിട്ടും നമ്മുടെ സ്മൂത്തും അതിൻ്റെ മാക്സിമം ഇട്ട് കളിച്ചു, HDR അതിൻ്റെ മാക്സിമം. പക്ഷേ അത്ര ഒരു സ്മൂത്ത്നെസ് തോന്നിയില്ല എനിക്ക്. കുറച്ചൊരു ലാഗി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആ ഒരു നമ്മുടെ ഗെയിം കളിക്കുമ്പോൾ ആ കൺട്രോൾസും ഇത്ര സ്മൂത്ത്നെസ് ഉണ്ടായിരുന്നില്ല. ചെറിയൊരു ലാഗല്ല, നമുക്കൊരു ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് കിട്ടും. പക്ഷേ ഈവൺ ഞാനൊരു Iqoo Z3 കളിച്ചപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഓൾമോസ്റ്റ് സെറ്റായിരുന്നു Iqoo Z3 കളിച്ചപ്പോൾ. ദാറ്റ് മീൻസ് ഒരു പെർഫെക്റ്റ് നിയർ ടു പെർഫെക്റ്റ് ആയിരുന്നു Z3. പക്ഷേ ദാറ്റ് മീൻസ് X3 Pro ആണ് ദാറ്റ് മീൻസ് ടോപ്പ് ഈ സെഗ്മെൻറ്റ്. ദാറ്റ് മീൻസ് ഗെയിമിംഗ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താണെങ്കിൽ ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ Z3 ആയിരിക്കും വരുന്നത്. സാധാരണ സ്നാപ്ഡ്രാഗൺ 768 5G ആണ് വരുന്നത്. അത് Z3 വരുന്നത്. ഇത് നെക്സ്റ്റ് ലാസ്റ്റ് പറയുള്ളൂ. കാരണം 750 അത്യാവശ്യം നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ CPU കണ്ടിന്യൂസ് ആയിട്ട് ഗെയിം കളിച്ചു. പിന്നെ നമ്മൾ 3 ഗെയിമും കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചിരിക്കണമെങ്കിൽ അപ്പോൾ നമ്മുടെ ആസ്ഫാൾട്ട്
Asphalt 9, Call of Duty, PUBG. അപ്പോൾ നമ്മൾ ഒരു CPU ത്രോട്ടിൽ ടെസ്റ്റ് കഴിയുമ്പോൾ 91% ഇതിന് അതായത് നമ്മുടെ IQ Z3 CPU പെർഫോമൻസ് 90% CPU പെർഫോമൻസ് നമ്മുടെ IQ Z3 കിട്ടുവാണെങ്കിൽ നമുക്ക് നോഡ് സിക്ക് ഒരു 70%, ദാറ്റ് മീൻസ് ഒരു 20% ഗ്യാപ്പ് ഉണ്ട് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 768 5G നമ്മുടെ 750 5G നമ്മുടെ നോഡുമായിട്ട്. അപ്പോൾ ദാറ്റ് മീൻസ് ഒരു 20% മോർ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയില്ല, സ്കോർ ആട്ടോ, അത് പ്യുവർലി സ്കോറിൽ കമ്പാരിസൺ നമ്മുടെ CPU ത്രോട്ടിലേക്ക് ദാറ്റ് മീൻസ് മാക്സിമം പെർഫോമൻസ് ഇട്ടാലും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നത് IQ Z3 ആണ്. പിന്നെ ഞാൻ IQ Z3 വേഴ്സസ് ഇതായിട്ട് നോക്കണം, ദാറ്റ് മീൻസ് നോഡ് സി ആണ്. അപ്പോൾ ഒരു 20% 15% ടു 20 അറൗണ്ട് കുറച്ചും കൂടെ ഒരു ദാറ്റ് മീൻസ് സ്റ്റേബിൾ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ കുറച്ചുകൂടെ സ്റ്റേബിൾ എക്സ്പീരിയൻസ് കിട്ടുക നമുക്ക് IQ Z3 ആയിരിക്കും. നെക്സ്റ്റ് ഒബ്വിയസ്ലി നമ്മുടെ നോഡ് സി അത്യാവശ്യം നല്ല രീതിയിലുണ്ടായിരുന്നു, പക്ഷേ PUBG എനിക്ക് ആ ഒരു സ്മൂത്ത്നെസ് കിട്ടിയെന്നുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പാർട്ട് ഫ്രം ദാറ്റ് നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നമുക്ക് ഹീറ്റിംഗ് നോക്കാം. അത്യാവശ്യം വാമായിട്ടുണ്ട് നമ്മുടെ ഈ ഏരിയ. ഹീറ്റിംഗ് എന്ന് പറയാനായിട്ടുള്ള ഇല്ല, എന്നാലും അത്യാവശ്യം വാമായിട്ടുണ്ട്. നമ്മളൊരു ചെറിയൊരു ഹീറ്റിംഗ് അത്രേ ഉള്ളൂ. വാമുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ വാമുണ്ട്. മീൻസ് കേസ് ഇട്ടിട്ട് തന്നെ എനിക്ക് കേസിൻ്റെ പുറത്ത് വാം കിട്ടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കേസ് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, വാമുള്ളൂ. ഹീറ്റിംഗ് എന്ന് പറയാനുള്ള അല്ല, വാമേ ഉള്ളൂ ഇത്രയും കളിച്ച്. നമ്മൾ 3 ഗെയിം ബാക്ക് ടു ബാക്ക് കളിച്ചിട്ടും വലിയ സീനിയർ. സോ ടോട്ടലി FPS നമുക്കെല്ലാം കിട്ടിയപ്പോഴും ഈ 59 60 തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. സോ അപ്പാർട്ട് ഫ്രം ദാറ്റ് എല്ലാം കൊണ്ട് ഓക്കെയാണ്. പക്ഷേ ഞാൻ പ്യുവർ ഗെയിമേഴ്സിനെ റെക്കമെൻഡ് ചെയ്യില്ല നോഡ് സി 750 ഉള്ളത്. കുറച്ചിനി ചിലപ്പോൾ സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ വന്ന് കുറച്ചും കൂടി അടിപൊളി ആകുമായിരിക്കും. ബട്ട് കറൻ്റ് അറ്റ് ദ മൊമെൻറ്റ് നമ്മൾ PUBGയിലൊക്കെ നല്ല രീതിയിൽ ഇമ്മേഴ്സീവ് ഗെയിം കളിക്കും. ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഇപ്പം തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് ആ ഒരു സ്മൂത്ത്നെസ് കിട്ടില്ല. 1.5 മണിക്കൂർ കുറച്ച് തന്നെ കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ സ്മൂത്ത്നെസ് പിന്നെയും കുറഞ്ഞു തുടങ്ങി. ബട്ട് FPS നമുക്ക് അപ്പോഴും ഇപ്പോഴൊക്കെ സ്റ്റേബിൾ ആയിരുന്നു. അപ്പാർട്ട് ഫ്രം ദാറ്റ് കോൾ ഓഫ് ഡ്യൂട്ടിയും Asphalt9 പക്കയായിട്ട് പെർഫെക്റ്റ് ആയിരുന്നു, ഒന്നും പറയാനില്ല. സോ ദാറ്റ്സ് ഓൾ. നമുക്ക് ഗെയിമിംഗ് റിവ്യൂ ഇനി നാളെ മറ്റന്നാളായിട്ട് നമുക്കൊരു ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ, ദാറ്റ് മീൻസ് നമ്മുടെ ഡിസ്പ്ലേ, ക്യാമറ എല്ലാം കൂടെ കൂട്ടി ഒരു ഫുൾ റിവ്യൂ വരുന്നുണ്ട് ഗൈസ്. സോ ഞാൻ ഓൾറെഡി അൺബോക്സിങ്ങും ടിപ്സ് ആൻഡ് ട്രിക്സ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഇടാം. സോ ഗൈസ്, സൈനിങ് ഓഫ്, ഇറ്റ്സ് ഫോൺ മാനിയ.